നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനം അടുക്കുമ്പോൾ ഒരു ചോദ്യം മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ മുഴങ്ങുന്നത്. PV അൻവർ എന്ന അപ്രതീക്ഷിത ഘടകം ആരുടെ വിജയത്തെയാണ് നിർണ്ണയിക്കാൻ പോകുന്നത്? UDF നേതൃത്വം ആത്മവിശ്വാസത്തിലാണ്. അൻവർ 15,000 വോട്ടുകൾ പിടിച്ചാലും തങ്ങൾക്ക് 5,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഈ കണക്കുകൂട്ടലുകൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ നിലമ്പൂർ മണ്ഡലത്തിന് അതിൻ്റെതായ ഒരു സ്ഥാനമുണ്ട്. കോൺഗ്രസിന്റെ ശക്തി ദുർഘടമായിരുന്ന ഈ മണ്ഡലം ആര്യാടൻ മുഹമ്മദ് എന്ന അതികായന്റെ പിൻബലത്തിൽ UDF ഉറപ്പിച്ച ഒരു മണ്ഡലമായിരുന്നു. എന്നാൽ 2016 LDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ ഇവിടെ വിജയക്കൊടി പാറിച്ചത് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു. ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ അട്ടിമറിച്ച അൻവർ നിലമ്പൂരിലെ തനിക്കുള്ള ജനകീയ സ്വാധീനം തെളിയിക്കുകയായിരുന്നു. പിന്നീട് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അൻവർ LDF പിന്തുണയോടെ നിലമ്പൂരിൽ വിജയം ആവർത്തിച്ചു. എന്നാൽ നിലവിലെ ഉപതെരഞ്ഞെടുപ്പിന് വഴിവെച്ചത് അൻവറിന്റെ തന്നെ രാജിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ തർക്കങ്ങളാണ് ഈ രാജിയിലേക്ക് നയിച്ചത്. പിന്നീട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന അൻവർ ഈ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുകയായിരുന്നു. പിണറായി സത്തിനെതിരായ ജനങ്ങളുടെ പോരാട്ടമാണ് ഇതെന്നാണ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിച്ചത്. വോട്ടെണ്ണലിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ നിലമ്പൂരിലെ പ്രധാന മുന്നണികളായ UDF-ഉം LDF-ഉം NDA-യും മാത്രമല്ല പൊതുസമൂഹവും ഉറ്റുനോക്കുന്നത് അൻവർ പിടിക്കുന്ന വോട്ടുകളിലേക്കാണ്. ആര്യാടൻ ഷൗക്കത്താണ് UDF സ്ഥാനാർത്ഥി. PV അൻവർ 15,000 വോട്ടുകൾ പിടിച്ചാലും തങ്ങൾക്ക് 5,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF നേതൃത്വം. അൻവർ പിടിക്കുന്ന വോട്ടുകൾ പ്രധാനമായും LDF വോട്ടുകൾ തന്നെയായിരിക്കുമെന്നും LDF-ന് കിട്ടേണ്ട വോട്ടുകൾ ഭിന്നിക്കുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. കൂടാതെ PV അൻവർ താൻ തോറ്റാൽ ഷൗക്കത്ത് ജയിക്കണമെന്ന് ആഹ്വാനം ചെയ്തതും UDF-ന് പ്രതീക്ഷ നൽകുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദിന്റെ സ്വാധീനം ഷൗക്കത്തിന് ഗുണകരമാകുമെന്നും UDF വിശ്വസിക്കുന്നുണ്ട്. പുതിയ കോൺഗ്രസ് നേതൃത്വത്തിന് ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും. M സ്വരാജാണ് LDF സ്ഥാനാർത്ഥി. PV അൻവറിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് തങ്ങളെയാണെന്ന ആശങ്ക LDF-നുണ്ട്. അൻവർ നേരത്തെ LDF-ന് പിന്തുണയോടെ വിജയിച്ച സ്ഥാനാർത്ഥിയായതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകൾ പരമ്പരാഗത LDF വോട്ടുകളാകാൻ സാധ്യതയുണ്ട്. ഇത് തങ്ങളുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും വിജയസാധ്യതയെ ബാധിക്കുകയും ചെയ്യുമെന്ന ആശങ്ക അവർക്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടെത്തി സ്വരാജിന് വേണ്ടി പ്രചാരണം നടത്തിയത് ഈ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. മോഹൻ ജോർജ് ആണ് NDA സ്ഥാനാർത്ഥി. PV അൻവറിന്റെ സാന്നിധ്യം തങ്ങൾക്ക് ഗുണകരമാകുമോ എന്ന് NDA സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. മുന്നണി വോട്ടുകൾ ഭിന്നിക്കുന്നത് തങ്ങളുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സഹായിച്ചേക്കാമെന്നും അവർ കണക്കുകൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും പ്രധാന പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിൽ തന്നെയായിരിക്കുമെന്ന ധാരണയും NDA-യ്ക്കുണ്ട്. നിലമ്പൂരിൽ PV അൻവറിന് ഒരു വ്യക്തിപരമായ സ്വാധീനമുണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായ വ്യക്തിബന്ധങ്ങൾ കൊണ്ടും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടും അദ്ദേഹം നേടിയെടുത്ത പിന്തുണ ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. പിണറായി വിജയനെതിരെയും CPM നേതൃത്വത്തിനെതിരെയും അൻവർ നടത്തിയ വിമർശനങ്ങൾ പാർട്ടിയോട് അതൃപ്തിയുള്ള ചില വോട്ടർമാരെ അദ്ദേഹത്തിലേക്ക് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ LDF പിന്തുണയോടെ വിജയിച്ചതിനാൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വോട്ടുകളിൽ വലിയൊരു പങ്ക് പരമ്പരാഗത LDF വോട്ടുകളായിരിക്കാം. ഇത് ആരുടേത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഓരോ മുന്നണിയുടെയും നെഞ്ചിടിപ്പ്. രാഷ്ട്രീയ അഫിലിയേഷൻസ് ഇല്ലാത്തവരും മുന്നണികളുടെ നിലപാടുകളിൽ അതൃപ്തിയുള്ളവരുമായ വോട്ടർമാർ അൻവറിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട്. ഈ നിശബ്ദ വോട്ടർമാർ ആരുടെ വിജയത്തെയാണ് നിർണ്ണയിക്കുന്നത് എന്ന് പ്രവചനാതീതമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനും 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനും മുന്നോടിയായുള്ള ഒരു സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. PV അൻവറിന്റെ രാജി അനിവാര്യമാക്കിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതൃത്വം നേരിടുന്ന വെല്ലുവിളികൾ എന്നിവയെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. വോട്ടെണ്ണൽ ദിനമായ ജൂൺ 23 തിങ്കളാഴ്ച നിലമ്പൂരിൽ നിന്നുള്ള ഫലം പുറത്തുവരുമ്പോൾ PV അൻവർ പിടിച്ച വോട്ടുകൾ ആരുടേതാണ്, എത്രയാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ലഭിക്കും. UDF-ന്റെ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന കണക്കുകൂട്ടൽ യാഥാർത്ഥ്യമാകുമോ അതോ അൻവർ ഫാക്ടർ മറ്റേതെങ്കിലും മുന്നണിക്ക് അനുകൂലമാകുമോ എന്ന് കാത്തിരുന്ന് കാണാം. നിലമ്പൂരിലെ ജനവിധി കേരള രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം എഴുതപ്പെടുമെന്നതിൽ സംശയമില്ല. ഈ തിരഞ്ഞെടുപ്പ് ഫലം വരും കാല രാഷ്ട്രീയ നീക്കങ്ങൾക്ക് നിർണായകമായ ഒരു ദിശാബോധം നൽകും.